നമസ്കാരം. ഇനി മോഹൻലാലിന് സൈനിക വേഷം അണിയാൻ കഴിയില്ലേ? മോഹൻലാൽ സ്ഥിരമായി താടി വെക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതിനിടയിലും ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ താടിയുമായി സൈനിക യൂണിഫോം ധരിച്ചിരുന്നു. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ നടൻ മോഹൻലാലിനെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കമാൻഡേഷൻ കാർഡ് നൽകി ആദരിച്ചിരുന്നു. ഈ ചടങ്ങിൽ മോഹൻലാൽ താടി വടിക്കാതെ യൂണിഫോമിൽ ക്യാപ്പ് അണിഞ്ഞാണ് എത്തിയത്. സൈനിക യൂണിഫോം ധരിക്കുമ്പോൾ താടി വടിച്ചിരിക്കണമെന്നാണ് ചട്ടം. ഇത് വിവാദമായി. അതുകൊണ്ടാണ് താടി എടുക്കാതെ ഇനി മോഹൻലാലിന് സൈനിക യൂണിഫോം അണിയാൻ കഴിയില്ലേ എന്ന ചർച്ച സജീവമാകുന്നത്. എന്തുകൊണ്ടാണ് താടി വടിക്കാത്തത്? കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മോഹൻലാലിന് നേരെ നീളുന്ന ഏറ്റവും വലിയ ചോദ്യമായിരുന്നു ഇത്. തുടർച്ചയായി വന്ന സിനിമകളിലെല്ലാം താടി വെച്ച കഥാപാത്രങ്ങളാണ് മോഹൻലാൽ ചെയ്തത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രത്തിൽ സ്വന്തം താടിയെ ട്രോളിക്കൊണ്ട് മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗും വൈറലായിരുന്നു. എന്നാൽ അടുത്തിടെ ഡ്രിം ചെയ്തൊതുക്കിയ താടിയുമായി മോഹൻലാൽ പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടു. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്കും അങ്ങനെയൊന്നായിരുന്നു. ഇതിനിടെയാണ് പുതിയ വിവാദം ഉയർന്നത്. യൂണിഫോം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സേനാ ആസ്ഥാനത്ത് നിന്ന് കൃത്യമായ ഉപദേശം നൽകണമെന്ന് ചിത്രം പങ്കിട്ട് നാവികസേന മുൻ മേധാവി അഡ്മിറൽ അരുൺ പ്രകാശ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സമാന വിമർശനം പല മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഉയർത്തി. സിഖ് വിഭാഗക്കാർക്ക് മാത്രമാണ് താടിയുടെ കാര്യത്തിൽ ഇളവുള്ളത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ താടിയെടുത്ത് വേണം സൈനിക യൂണിഫോം ധരിക്കാൻ. ഒടിയൻ എന്ന സിനിമയ്ക്കായി ചില ചികിത്സകൾ ലാൽ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി മുഖത്തിന് മാറ്റം വന്നുവെന്ന സൂചനകളുണ്ട്. ഇത് മറയ്ക്കാനാണ് മോഹൻലാൽ താടി വെച്ചിരിക്കുന്നതെന്നാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്ന വാദം. താടിയെടുക്കാത്ത മോഹൻലാൽ പലപ്പോഴും ചർച്ചകളിലും നിറഞ്ഞു. ഇതെല്ലാം നിറപുഞ്ചിരിയോടെ തള്ളുകയായിരുന്നു ലാൽ. ഇതിനിടെയാണ് സൈനിക യൂണിഫോമിൽ താടി പറ്റില്ലെന്ന വാദം ചർച്ചയാക്കുന്നത്. ഡൽഹി സൗത്ത് ബ്ലോക്കിൽ കരസേന ആസ്ഥാനത്താണ് സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നടൻ മോഹൻലാലിനെ ആദരിച്ചത്. സൈനിക വേഷത്തിലെത്തിയ മോഹൻലാലിനൊപ്പം സംവിധായകൻ മേജർ രവിയും ഒപ്പമുണ്ടായിരുന്നു. ചെറുപ്പക്കാരെ സൈന്യത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുമെന്ന് മോഹൻലാൽ പറയുകയും ചെയ്തു. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ നേടിയതടക്കം സേനയുടെ അംഗീകാരത്തിന് കാരണമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. 16 വർഷമായി ടെറിട്ടോറിയൽ ആർമിയിൽ ഓണറി ലഫ്റ്റനന്റ് കേണലാണ് മോഹൻലാൽ. താടി വടിച്ച മീശ വിരിച്ചുള്ള ഒരു ലാലേട്ടനെ കാണാൻ മലയാള സിനിമാ പ്രേമികൾ വലിയ കാത്തിരിപ്പിലാണ്. ഇതിനെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ചർച്ചകളും ഉയരാറുണ്ട്. ഇതിനിടെ നേരിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിനിടയിലായിരുന്നു താടി വിശേഷണത്തെക്കുറിച്ച് താരം പറഞ്ഞത്. എന്നാണ് ലാലേട്ട ഈ താടി എടുക്കുന്നതെന്ന അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു മോഹൻലാൽ മറുപടി നൽകിയത്. കണ്ടിന്യൂറ്റി ആയിപ്പോയി. 2 സിനിമകളുടെ കണ്ടിന്യൂറ്റി. റാമും എമ്പുരാനുമാണ് ആ ചിത്രങ്ങൾ. അതുകൊണ്ട് ഷേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നായിരുന്നു താരത്തിന്റെ അന്നത്തെ മറുപടി. പിന്നീടും താടി എടുത്തില്ലെന്നതാണ് വസ്തുത. എന്തുകൊണ്ടാണ് താടി ഷേവ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് മറുപടി തുടരും സിനിമാ പ്രൊമോഷനിടെയും മോഹൻലാൽ പറഞ്ഞിരുന്നു. ഒരുപാട് സിനിമകളുടെ കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഷേവ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. വേണമെങ്കിൽ മീശയും ഷേവ് ചെയ്തേക്കാമെന്നും തമാശ രൂപേണ മോഹൻലാൽ പറഞ്ഞു. മീശ ഷേവ് ചെയ്യാം, അല്ലെങ്കിൽ മീശ പിരിക്കാം. അങ്ങനെയൊക്കെ ഉടനെ തന്നെ കാണാം. അത്തരം കഥാപാത്രങ്ങൾ വരണമെന്ന് മാത്രം. അടുത്തതായി അഭിനയിക്കുന്നത് ദൃശ്യം 3-ലാണ്. അത് കഴിഞ്ഞ് ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ്. അതിൽ നമുക്ക് മീശ പിരിക്കാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ മീശ ഷേവ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഒരുപാട് സിനിമകളുടെ കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഷേവ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്.